നമ്മുടെ മാവേലിക്കരയ്ക്ക് ഇത് വികസനത്തിന്റെ ബജറ്റ്. ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ നമ്മുടെ മണ്ഡലത്തിന് ലഭിച്ച വമ്പൻ പദ്ധതികൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻ തുകയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. രാജാ രവിവർമ്മ സെന്റർ ഓഫ് എക്സലൻസിന്റെ പുതിയ കെട്ടിടത്തിനായി 2 കോടി, മാവേലിക്കര IHRD കോളേജിന്റെ പുതിയ കെട്ടിടത്തിന് 2 കോടി, കൂടാതെ ചുനക്കര, വെട്ടിയാർ, മരേനിക്കൽ, മുള്ളിക്കുളങ്ങര തുടങ്ങിയ 10 സർക്കാർ സ്കൂളുകൾക്ക് ഓരോ കോടി രൂപ വീതവും. മാവേലിക്കരയുടെ സുരക്ഷയ്ക്കും യാത്രാ സൗകര്യത്തിനും ഈ ബജറ്റിൽ മുൻഗണനയുണ്ട്. പുതിയ ഫയർ സ്റ്റേഷന്റെ കെട്ടിടത്തിന് 2 കോടി. മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനായി മാത്രം 7 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒപ്പം കാഞ്ഞിരത്തുമൂട് പുത്തൻചന്ത റോഡിന് 1 കോടി രൂപ. വിനോദസഞ്ചാര മേഖലയിലും മാവേലിക്കര മുന്നേറുകയാണ്. കരിങ്ങാലിപ്പുഞ്ച ടൂറിസം പദ്ധതിക്ക് 1 കോടി, കൂടാതെ ചുനക്കരയിൽ ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ജിംനേഷ്യത്തിനായി 50 ലക്ഷം രൂപ. കുമ്പർനാട് ഐറ്റിയുടെ നവീകരണത്തിനും തട്ടാരമ്പലം തെക്കുന്നപ്പുഴ റോഡിനും കായംകുളം അടൂർ KP റോഡ്, കായംകുളം മാവേലിക്കര തിരുവല്ല റോഡുകളുടെ നവീകരണത്തിനും ഈ ബജറ്റിൽ തുക വകയിരുത്തി. വിദ്യാഭ്യാസത്തിനും ടൂറിസത്തിനും റോഡുകൾക്കും തുല്യ പ്രാധാന്യം നൽകിയ ഈ ബജറ്റ് മാവേലിക്കരയുടെ മുഖച്ഛായ മാറ്റി. ഈ പദ്ധതികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യും.